സങ്കീർത്തനങ്ങൾ 15 നിഷ്കളങ്കനായി നടക്കുക. 15 അധ്യായം 1-ാമത്തെ വാക്യവും 2-ാമത്തെ വാക്യവും കൂടെ ഒന്ന് വായിച്ചാട്ടെ ഒരാൾ. 15 അധ്യായം 1ഉം 2ഉം വാക്യം. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം 15-ാമത്തെ അധ്യായം വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു അധ്യായമാണ്. ആമേൻ. ഇവിടെ വായിച്ചത് യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തന പ്രമാണിക്കുന്ന ദാവീദ് തൻ്റെ ഓരോ വാക്കുകളിലും എഴുതിയിരിക്കുന്ന 1000 ദൂതുകൾ ഇതിനകത്തുണ്ട്. 1000 ദൂതുകൾ, ഒന്നല്ല കേട്ടോ. ഈ 15-ാം അധ്യായം നമ്മൾ ശരിക്കൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ, ഒത്തിരി അധ്യായങ്ങളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ, സ്നാനപ്പെട്ടു എന്ന് പറയുന്ന, അവകാശം പറയുന്ന, രക്ഷിക്കപ്പെട്ടു എന്ന് അവകാശം പറയുന്ന നമ്മളോട് ഓരോരുത്തരോടും എന്നോടും ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ അകത്തളമാണ്, ഒരു കോടതിയാണ് ഈ 15-ാമത്തെ അധ്യായം. ഒരു കോടതി. പ്രൈസ് ദി ലോർഡ്. ഒരു കോടതിയാണ് ഈ പുസ്തകം. ഇവിടെ വായിക്കുന്നത് യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആമേൻ ആർ വസിക്കും. അടുത്ത 2-ാമത്തെ വാക്യം ശ്രദ്ധേയമാണ്. നിഷ്കളങ്കനായി നടന്ന്, അതാണ് വളരെ ബുദ്ധിമുട്ട്. നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ. ആമേൻ. ഇന്ന് രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിൽ കാണുന്ന ഏറ്റവും ഭയങ്കരമായ ഒരു വിഷയമാണ് കള്ളം പറയുക എന്നുള്ളത്. ആമേൻ. കള്ളം പറയുക, എങ്ങനെയെങ്കിലും കള്ളം പറഞ്ഞ് റെഡിയാക്കുക. നോ, ഈ പുസ്തകം നമ്മെ വിധിക്കുന്ന പുസ്തകമാണ്. നോക്കൂ, ഈ അധ്യായത്തിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന 2-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, 2-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. അവിടെ എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. എൻ്റെ രാജാവിനെ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏതാ രാജാവെന്ന് ഉദ്ദേശിക്കുന്നത്? ദാവീദാ. അഭിഷക്തൻ, നിങ്ങളെ രാജാവ്. അതാണ് അബ്രഹാം ചോദിച്ചത്, ദൈവമേ ഒരു പട്ടണത്തിൽ ഒരു നീതിമാനുണ്ടെങ്കിൽ ഒരിക്കലും നശിപ്പിക്കത്തില്ല. നിങ്ങൾ പാർക്കുന്ന പട്ടണത്തിൽ സ്തോത്രം 100 കുടുംബം ഉണ്ടെന്നിരിക്കട്ടെ, ഒരു 500 പേരുണ്ടെന്നിരിക്കട്ടെ, അതിനകത്ത് ഒരാളാണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പട്ടണത്തിൽ വരുന്ന അനർത്ഥമുണ്ടല്ലോ, അതിൻ്റെ ഓരോ കണക്ക് ചോദിക്കുന്ന ആരോടെന്നറിയാമോ? എന്നോടാ. കാരണം ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ രക്ഷിക്കപ്പെട്ടെ. നിങ്ങളോട് വരുമ്പോൾ അറിയാം, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഈ ഭാഗം കംപ്ലീറ്റ് മുസ്ലിങ്ങളാണ്. എന്നോട് ചോദിക്കും, എന്താ ആ കുട്ടി ആക്സിഡൻറ്റിൽ മരിച്ചത്? എന്താ അവിടെ ഒരു ദുരന്തം സംഭവിച്ചത്? ഇത് നമ്മോട് ചോദിക്കും. നിങ്ങൾ അമ്മ പാർക്കുന്ന വീട്ടിൻ്റെ 4 ചുറ്റുമിരിക്കുന്ന വീടുകളിൽ എന്തെങ്കിലും അനർത്ഥം സംഭവിച്ചാൽ ചോദ്യം വരുന്നത് അഭിഷക്തനോടല്ല, സ്നാനപ്പെട്ട വിശ്വസ്തയോടെ ജീവിക്കുന്ന ഒരു ദൈവപൈതനോട് ചോദിക്കും. ഉറപ്പായിട്ടും അതാ ഇവിടെ വായിച്ചത്. സ്തോത്രം. നിങ്ങൾ നോക്കൂ, എഴുതി വെച്ചോളൂ, കുറിവാക്യം എഴുതി വെച്ചോളൂ കേട്ടോ. അടുത്ത് നമ്മൾ വായിക്കുന്ന വാക്യം എന്ന് പറയുന്നത് ആമേൻ സ്തോത്രം, യെശയ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 33-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അവിടെ 33-ാമത്തെ അധ്യായത്തിൻ്റെ സ്തോത്രം 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 33-ാം അധ്യായത്തിൻ്റെ 14. സിയോനിലെ പാപികൾ പേടിക്കുന്നു, വഷളന്മാരായവർക്ക് നടുക്കം പിടിച്ചിരിക്കുന്നു. നമ്മിൽ ആർ ദഹിപ്പിക്കുന്ന തീയുടെ അടുക്കൽ പാർക്കും? നമ്മിൽ ആർ നിത്യദഹനങ്ങളുടെ അടുക്കൽ പാർക്കും? നീതിയായി നടന്നു നേർ പറയുകയും
പീഡനത്താൽ ഉള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുകയും രക്തപാതകത്തെ കുറിച്ച് കേൾക്കാതെ വണ്ണം ചെവി പൊത്തുകയും ദോഷത്തെ കണ്ട് രസിക്കാതെ വണ്ണം കണ്ണടച്ചു കളയുകയും ചെയ്യുന്നവൻ. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്കാ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അപ്പൊ സിയോനിൽ ആരുണ്ട്? സിയോനിലെ പാപികൾ പേടിക്കുന്നു. സ്തോത്രം. പ്രവാചകൻ പറയാ, പ്രവാചകൻ ഇന്ന് രാത്രി നമ്മളെല്ലാം ഭയപ്പെടണം കേട്ടോ. ഇന്നലത്തെ ക്ലാസ്സൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര കേട്ടോ. ഞാനത് ഒന്ന് രണ്ടൊരു ഷെയർ ചെയ്തു. ആ അങ്കിയിൽ ഇഴകൾ, എത്ര ഇഴയുണ്ടൊരു ഷർട്ടിൽ നമുക്കറിയാമോ? അറിയില്ല. ആ അങ്കിയിൽ ഉള്ള ഓരോ ഇഴകളും എന്ന് പറഞ്ഞാൽ ഓരോ നൂലുകളും നമ്മുടെ പ്രവർത്തികളാണ്. നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ആവർത്തിച്ച് കേട്ടു. തികച്ചും അതൊരു പരിശുദ്ധാത്മാവിൻ്റെ നിയോഗമാണ്. ലെക്ചർ ക്ലാസ് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ പ്രവർത്തികൾ അത് വളരെ കെയറായിരിക്കണം. കർത്താവ് എന്താ പറഞ്ഞത്? അന്നന്ന് പറഞ്ഞേ ഉണ്ണാനും അടുത്ത് ഉടുപ്പാനും പറഞ്ഞേ ഉണ്ടെങ്കിൽ അത് മതി എന്ന് തൃപ്തിപ്പെടുക. നാളത്തെ ദിവസം പറ നമുക്കുള്ള ദിവസമല്ല. അതിനെ ചൊല്ലി ഭാരപ്പെടണ്ട. ഇന്ന് എന്ത് ചെയ്യാൻ പറ്റി? ഈ 13, 14, 15 വാക്യം നിങ്ങൾ എഴുതി വെച്ചോളണം. യെശയ്യാവിൻ്റെ പുസ്തകം അവിടെ നിൽക്കട്ടെ. ആമേൻ. സങ്കീർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, 15-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെറിയൊരു ഷോർട്ട് മെസ്സേജ് ഞാൻ എഴുതിക്കോളൂ. എൻ്റെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ദേവാലയമാണ്. ആലയത്തിനകത്തുള്ള പ്രവേശന കവാടം, അതാണ് ഏറ്റവും ഹൈലൈറ്റായിട്ട് ഇതിനകത്ത് വരുന്നത്. എഴുതാൻ പറ്റേ സമാഗമന കൂടാരത്തിന് മുമ്പേ ഒരു കൂടാരം ഉണ്ടായിരുന്നു. ഏതാ? സമാഗമന കൂടാരത്തിന് മുമ്പേ ഒരു കൂടാരമുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ പതിക്കാൻ വേണ്ടി, എഴുതാൻ വേണ്ടിയല്ല കേട്ടോ. സമാഗമന കൂടാരത്തിന് മുമ്പേ കൂടാരമെന്ന് വിളിക്കപ്പെടുന്ന ഒരു ആലയമുണ്ടായിരുന്നു. ആമേൻ. നശിച്ചു പോയ, അല്ലെങ്കിൽ ബാബിലോൺ സാമ്രാജ്യം നശിപ്പിച്ച യെരുശലേം ദേവാലയം, ബാബിലോൺ സാമ്രാജ്യം നശിപ്പിച്ച് കളഞ്ഞ ജെറുസലേം ദേവാലയമായിരുന്നു ആദ്യത്തെ കൂടാരം. സ്തോത്രം. അതിനുശേഷമാണ് സമാഗമന കൂടാരത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഓരോ അധ്യായങ്ങളും നമ്മൾ പഠിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും വ്യത്യസ്തമായ തലമാണ്. ചിന്തിക്കുമ്പോൾ വേറെ തലം, വായിക്കുമ്പോൾ വേറെ തലം, ധ്യാനിക്കുമ്പോൾ തീ കത്തും. തീ നിങ്ങൾ കിട്ടുന്ന ലെക്ചർ നോട്ടൊക്കെ എടുത്തു വച്ചിട്ട് വായിക്കണം. വായിച്ചിട്ട് ക്ലാസ്സിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ അവിടെ ഇരുന്ന് നമുക്ക് കുറേ ദൂതുകളും നമുക്ക് ദൈവം തരും. സ്തോത്രം. എഴുതിക്കോളൂ. ദേവാലയത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള അർഹതയെ വിശദീകരിക്കുന്ന ഒരു സങ്കീർത്തനമായി ഇതിനെ കാണാം. പുരാതന സംസ്കാരങ്ങളിൽ ഇതുപോലെ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുവാനുള്ള യോഗ്യതകളെ വിശദീകരിക്കുന്ന
ഇവിടുത്തെ ആരാധനകൾ ആരാധനക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങളും അവയ്ക്കുള്ള മറുപടികളും എന്ന രൂപത്തിലാണ് ഈ സങ്കീർത്തനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ദേവാലയത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ യോഗ്യതയെക്കുറിച്ച് അന്വേഷിക്കുന്ന തീർത്ഥാടകരുടെ ചോദ്യമാണ് ഈ സങ്കീർത്തനം. ഓക്കെ, ഇപ്പൊ മനസ്സിലാകുന്നുണ്ടോ? ഒരു അമ്പലത്തിൽ അല്ലെങ്കിൽ കോവിലിൽ, ഒരു ക്ഷേത്രത്തിൽ കയറുവാൻ യോഗ്യതയുണ്ടല്ലേ? ക്ഷേത്രത്തിൽ പോയ ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ക്ഷേത്രങ്ങളിൽ പോയ ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ക്ഷേത്രങ്ങളിൽ പോയ ഓക്കെ. നമ്മൾ തീർത്ഥാടനത്തിന് പോകുമ്പോൾ ക്ഷേത്രങ്ങളിൽ പോകണ ആരെങ്കിലും ഉണ്ടോ? തീർത്ഥാടന സ്ഥലങ്ങളിൽ പോകുമ്പോൾ, ഇപ്പം ഊട്ടി, കൊടൈക്കനാൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ക്ഷേത്രങ്ങളിൽ നമ്മൾ കയറുമല്ലോ. ഓരോ ക്ഷേത്രത്തിലും ഓരോ രീതിയാണ്. ഷർട്ട് ഊരിയിട്ട് കയറുന്ന ക്ഷേത്രമുണ്ട്, പാൻസ് ഊരിയിട്ട് മുണ്ടുടുത്തുകൊണ്ട് കയറുന്ന ക്ഷേത്രമുണ്ട്. അപ്പോൾ ഇവിടെ തിരുവനന്തപുരത്തുള്ള ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ ഒത്തിരി ക്ഷേത്രങ്ങളുണ്ട്. പല ക്ഷേത്രത്തിൽ പല രീതിയാണ്. മുണ്ടുടുത്തുകൊണ്ട് മാത്രം, ഷർട്ട് ഇടാതെ മുണ്ടുടുത്തുകൊണ്ട് കയറുന്ന ക്ഷേത്രം മാത്രം ഉണ്ട്. കുളിച്ചുകൊണ്ട് ഈറത്തോടെ കയറുന്ന ക്ഷേത്രങ്ങൾ, ഷർട്ടും മുണ്ടും പാൻസും ഇട്ടുകൊണ്ട് കയറുന്ന ക്ഷേത്രങ്ങളും ഉണ്ട്. സഹോദരിമാർക്ക് സാരി ഉടുത്തിട്ട് കയറാൻ പറ്റില്ല. ഇതുവരെ കെട്ടിയിട്ട് ഒരു കച്ച പോലെ കെട്ടിക്കയറുന്ന ക്ഷേത്രങ്ങൾ ഇന്നുമുണ്ട്. അപ്പോൾ ഓരോ ആരാധനകൾക്കും അതിൻ്റെതായ രീതിയുണ്ട്. ചെരുപ്പിട്ടുകൊണ്ട് കയറുന്ന ക്ഷേത്രങ്ങളുണ്ട്, ചെരുപ്പിടാതെ കയറുന്ന ക്ഷേത്രങ്ങളുണ്ട്. ഇന്ന് ചെരുപ്പിട്ട് പ്രസംഗിക്കുന്ന വേദികൾ നമ്മൾ കാണുന്നുണ്ട്. കൺവെൻഷൻ വേദികൾ, ആരാധനാലയങ്ങൾ, ചെരുപ്പിട്ട് ശുശ്രൂഷിക്കുന്ന ആലയങ്ങളുണ്ട്. ആരും പേടിക്കണ്ട. ഞാൻ കുവൈറ്റിലായിരിക്കുമ്പോൾ ഷൂ ഇട്ടുകൊണ്ടാണ് അതിനകത്ത് കയറി വരുന്നത്. ചെരുപ്പൊന്നും പുറത്തിടാൻ പറ്റില്ല, നമ്മൾക്ക് അന്തം വിട്ടു പോകും. സ്തോത്രം. അപ്പോൾ പല നിലയിൽ ഇന്നും നമ്മുടെ കേരളത്തിനകത്ത് ഷൂ ഇട്ടുകൊണ്ട് പള്ളിയുടെ പേരൊന്നും പറയുന്നില്ല, കാരണം ഇത് വേണ്ട. സ്തോത്രം. ഇന്നുമുണ്ട്. സ്തോത്രം. കൺവെൻഷൻ വേദികളിൽ വരെ. പക്ഷേ ഇവിടെ നമ്മൾ വായിക്കുന്നത് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള അർഹതയാണ് രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്ന അർഹത. ഏതാണെന്നറിയാമോ? അർഹത നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ. സ്തോത്രം. അതാണ് യോഗ്യത. എഴുതിക്കോളൂ. സങ്കീർത്തനങ്ങൾ സദൃശ്യവാക്യങ്ങൾ 28:18. ആമേൻ. എഴുതിക്കോളൂ. അപ്പൊ മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത് നാവ് കൊണ്ട് കുരുള പറയാതെയും, ആമേൻ, തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും, കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ. സ്തോത്രം. എന്താ ഈ കൂട്ടുകാരൻ എന്ന് പറയുമ്പോൾ? സ്തോത്രം. ആമേൻ. ഇപ്പോൾ ഒരാൾ വിളിച്ച് പറയുകയാണ്, നിന്റെ കൂട്ടുകാരൻ അപ്പുറത്ത് അടിപിടി കൂടിക്കൊണ്ട് നിൽക്കുക, ആമേൻ, അനാവശ്യമായ വാക്കുകൾ പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എടുത്ത് ചാടരുത്. അടുത്ത കൂട്ടുകാരൻ പറയുകയാണ്, അവിടെ ഒരു കാള പ്രസവിച്ച് നിൽക്കുകയാണ്, പെട്ടെന്ന് കയറ് വാങ്ങിച്ചുകൊണ്ട് പോകാന്ന് പറഞ്ഞാൽ അത് പ്രസവിച്ചത് ആദ്യം കേൾക്കണം. പ്രസവം മാത്രമേ കേട്ടുള്ളൂ, കാള കേട്ടില്ല. ഇങ്ങനെ ചാടുന്ന ആൾക്കാരുണ്ട്. ചാടിക്കളയരുത്. കുറച്ച് ചിന്തിച്ചെഴുതി ചാടാവും.
അപ്പൊ കയറ് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് പറഞ്ഞു, എന്താ കയറ്? പ്രസവം കേട്ടല്ലോ. എന്താ പ്രസവിച്ചേ? ഞാൻ ചുമ്മാ പറഞ്ഞതാ. അപ്പോ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് കുറച്ച് അകത്തോട്ട് കയറ്റണം. ആമേൻ. ചിലർക്ക് ചാട്ടമുണ്ട്, ചാടിക്കളയരുത്. കുറച്ച് നിന്ന് ചിന്തിക്കേണ്ട ഭാഗമുണ്ട്. ആമേൻ. ശ്രദ്ധിച്ചോളൂ, വായിച്ചാട്ടെ. ആമേൻ. സദൃശവാക്യങ്ങൾ 18 ആമേൻ 28 18 വാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒരാള് ആമേൻ 28 18 ഒരാള് 106 സങ്കീർത്തനത്തിന്റെ 3 ഒന്ന് വായിച്ചേ. നിഷ്കളങ്കനായി നടക്കുന്നവൻ രക്ഷിക്കപ്പെടും, നടപ്പിൽ വക്രതയുള്ളവനോ പെട്ടെന്ന് വീഴും. കണ്ടോ? നിഷ്കളങ്കനായി നടക്കുന്നവൻ. അപ്പൊ നടപ്പിൽ വക്രതയുള്ളവൻ എന്ത് ചെയ്യും? വീണ് പോകും. ഇപ്പൊ നടക്കാൻ ഉഴപ്പ് കാണിക്കുന്നവരുണ്ട്. എനിക്ക് നടക്കാനൊന്നും പറ്റുന്നില്ല, നടക്കാൻ പറ്റില്ല, ഉഴപ്പ് കാണിക്കുന്നവരുണ്ട്. സഹോദരൻ, നടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ദൈവത്തിന്റെ മുമ്പിൽ ഈ ദിവസങ്ങളിൽ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തെ ഒന്ന് പണിയുന്നതാണ് ക്ലാസ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിനകത്ത് ചിലതൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് വയ്ക്കണം. എല്ലാത്തിനും കയറി അട വെച്ച് കളയരുത്. സൈക്കിളിന് വെക്കുന്ന അടയെടുത്ത് JCBക്ക് വെച്ച് കളയരുത്. ആമേ. സൈക്കിളിനുള്ള അടയെടുത്ത് ആട്ടയ്ക്ക് വെച്ചായിരിക്കുമോ? സൈക്കിളിന് ചെറിയൊരു വെള്ളക്കയിൽ മതി, പക്ഷെ അതെടുത്ത് JCBക്ക് വെച്ച് കളയരുത്. ഇതുപോലെയാണ് ആത്മീയൻ. എല്ലാത്തിനും എടുത്ത് കയറി കളയരുത്, ബുദ്ധിമുട്ടുണ്ടാവും. ആത്മീയം നഷ്ടപ്പെട്ടു പോകും. എല്ലാ കാര്യത്തിലും കയറി ഇരുന്ന് പിടിച്ചിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യരുത്. യേശു എന്താ പറഞ്ഞത്? യേശു എന്താ പറഞ്ഞേ? ക്രൂശി കിടന്ന് ആ മൊഴി ഒന്ന് പറഞ്ഞേ. യേശു പറഞ്ഞ മൊഴി ഒന്ന് പറഞ്ഞേ. ഒരാൾ പെട്ടെന്ന് ഇവർ ചെയ്യുന്നതിന് അറിയാൻ ഇവരോട് ക്ഷമിക്കണം. ഒരു മൊഴി ശരിയായി. അടുത്ത് എന്റെ ദൈവമേ എന്നെ കൈവിട്ടതുണ്ട്. അടുത്ത് അടുത്ത വ്യാഴാഴ്ച വരുമ്പോ ഈ 7 മൊഴികൾ എഴുതി തിട്ടപ്പെടുത്തി കൊണ്ടുവരണം. എനിക്കും ദാഹിക്കുകയെടുപ്പോ ഇത് കേട്ടോണ്ടിരുന്നപ്പോൾ. എനിക്കാണെങ്കിൽ ആവേശപ്പെട്ടുള്ളതാകുള്ളൂ. നല്ല തണുത്ത വെള്ളം കിട്ടിയാലേ കുടിക്കാൻ പറ്റും. 7 മൊഴികൾ. അടുത്ത് സഹോദരിമാർക്കുള്ള ഒരു അസൈൻമെന്റ് തരാം. സഹോദരന്മാർക്കല്ല, സഹോദരിമാർക്ക്. സഹോദരിമാർക്കുള്ള അസൈൻമെന്റ് ആണ് കേട്ടോ. സഹോദരിമാർക്കുള്ള അസൈൻമെന്റ് ആണ്. പേടിച്ചിരിക്കുകയാണ്. ഭർത്താവുമായി പിണങ്ങുമ്പോൾ ആദ്യം പറയുന്ന വാക്ക്. ഭർത്താവുമായി പിണങ്ങുമ്പോൾ ആദ്യം പറയുന്ന വാക്ക്. രണ്ടാമത് പറയുന്ന വാക്ക്. മൂന്നാമത് പറയുന്ന വാക്ക്. എഴുതിക്കോളൂ. ആദ്യം പറയുന്ന വാക്ക് എന്ന് എഴുതിക്കൊണ്ടാൽ മതി. ഭർത്താവുമായി പിണങ്ങുമ്പോൾ ആദ്യം പറയുന്ന വാക്ക് എഴുതിക്കോളൂ. കൃത്യമായി എനിക്ക് കിട്ടണത് 5 പോയിന്റ്. 5 പോയിന്റ്. ഞാൻ ഭർത്താവുമായി പിണങ്ങുമ്പോൾ പറയുന്ന ആദ്യത്തെ വാക്ക് നിങ്ങൾ എഴുതി പൂരിപ്പിച്ച് തന്നാൽ മതി. രണ്ടാമത് പറയുന്ന വാക്ക്, മൂന്നാമത് പറയുന്ന വാക്ക്, നാലാമത് പറയുന്ന വാക്ക്, അഞ്ചാമത് പറയുന്ന വാക്ക്. ഇത് 5 ക്വസ്റ്റ്യനും എഴുതി അടുത്ത ആഴ്ച കൊണ്ടുതരണം. ക്ലാസ് അല്ലേ, എല്ലാം വേണമല്ലേ പാസ്റ്റർ? ഇന്നത്തെ സഹോദരന്മാർ പിടിച്ചിരിക്കുന്ന 5 കാര്യത്തിലാണ്. ഈ 5 കാര്യവും നിങ്ങൾ ഇന്ന് രാത്രി അതിനെ കളഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ആത്മീയ മണ്ഡലം തകർന്നു പോകും.
ഇതിനകത്തിരിക്കുന്ന ഭർത്താക്കന്മാരില്ലാത്ത ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഒരാൾ പറയാ, പാസ്റ്റർ എന്നേ ഞാൻ ഉപേക്ഷിച്ചു, ഇല്ലാത്തതുപോലെയാ ഉണ്ടെങ്കിൽ. അങ്ങനെയൊന്നും പറയില്ലേ. രൂപാന്തരങ്ങൾ വരട്ടെ, രൂപാന്തരങ്ങൾ. സ്തോത്രം. 5 പോയിന്റ്. ഈ 5 പോയിന്റ് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. അത് ശകലം പോലും കള്ളം കളിക്കാതെ കൃത്യമായി എനിക്ക് കിട്ടണം. സ്തോത്രം. മാർക്കുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു വാക്യം കൂടെ വായിക്കാൻ പറഞ്ഞല്ലോ അഭിഷക്തന്മാരെ, ഒരു വാക്യം വായിക്കാൻ പറഞ്ഞല്ലോ. ആമേൻ, സ്തോത്രം. മത്തായി സുവിശേഷത്തിലേക്ക് സങ്കീർത്തനങ്ങളിലേക്ക് 106 സങ്കീർത്തനം 3-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? ന്യായത്തെ പ്രമാണിക്കുന്നവരും എല്ലായ്പ്പോഴും നീതി പ്രവർത്തിക്കുന്നവരും ഭാഗ്യവാന്മാർ. അപ്പൊ ന്യായം, അന്യായമല്ല, ന്യായം. സ്തോത്രം. ന്യായത്തെ പ്രവർത്തിക്കുന്നവർ ഭാഗ്യവാന്മാർ. ലോട്ടറി അടിച്ചവരല്ല ഭാഗ്യവാന്മാർ. അപ്പോൾ 2 കോടി 3 കോടി അടിച്ചത് ഒരു ഭാഗ്യവാനെന്ന് ഉറക്കം പോലും ഇല്ല. ആമേൻ. ന്യായം പ്രവർത്തിക്കുന്നേ, ന്യായം പ്രവർത്തിക്കുന്ന ജീവിക്കാൻ ബുദ്ധിമുട്ടാ. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, അവർക്ക് ദീർഘായുസ് കിട്ടും. ദീർഘായുസ് കിട്ടും. ദീർഘായുസ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ മക്കളായിരിക്കുമ്പോൾ തന്നെ, ഇവിടെ നമ്മൾ 1-ാമത്തെ വാക്യം വായിച്ചത്, യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും. അപ്പൊ പാർക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റിവെക്കേണ്ടതായുണ്ട്. നോക്കിയേ, 4-ാമത്തെ വാക്യം പറയുന്നു, വഷളനെ നിന്ദയ്ക്കായി എണ്ണുകയും യഹോഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. സ്തോത്രം. 1-2 വാക്യം എഴുതിക്കോളൂ. 1, 2, 3 വാക്യത്തിന്റെ ഒത്തുവാക്യം എഴുതിക്കോളൂ. ഇപ്പൊ നമ്മൾ 2 വാക്യം പറഞ്ഞായിരുന്നു. 3-ാമത്തെ വാക്യം മത്തായി സുവിശേഷം 6:1, സെക്രിയാവിന്റെ പുസ്തകം 8:16, എഫേസ്യ ലേഖനം 4:25, യോഹന്നാൻ സുവിശേഷം 1:47, കൊലോസ്യർ 3:9. ഇനി 3-ാമത്തെ വാക്യത്തിന്റെ റെഫറൻസ് ആണ്, നാവ് കൊണ്ട് കുരുള പറയാതിരിക്കുന്നത്. ലേവ്യ പുസ്തകം 19:16, സങ്കീർത്തനം 34:13, പുറപ്പാട് 23:1. 4-ാമത്തെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ച ഒരാൾ. 4ഉം 5ഉം വാക്യം. വഷളനെ നിന്ദ്യനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ, തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന്റെ വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. ഒരു നാളും കുലുങ്ങില്ല. ആരെങ്കിലും പലിശയ്ക്ക് പൈസ കടം ചോദിച്ചു കഴിഞ്ഞാൽ പലിശ വാങ്ങരുത്. നിത്യതയിൽ പോകണം. നിത്യതയിൽ ഇപ്പം ഞാൻ പലിശ എടുക്കുന്ന ആളാ. എൻ്റെ ഒരുപാട് പലിശ വാങ്ങാതുണ്ട്. പക്ഷേ നമ്മൾ കൊടുക്കുമ്പോൾ പലിശ വാങ്ങരുത്. രക്ഷിക്കപ്പെട്ടവൻ പൈസ കൊടുക്കുമ്പോൾ പലിശ വാങ്ങരുത്. നോക്കിക്കേ, തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങയില്ല. ഒരു നാളും. ഇനി ഈ ഭൂമി കുലുങ്ങി സമുദ്രമത്തെ വീണാലും, പർവ്വതങ്ങൾ ഇളകി സമുദ്രമത്തെ വീണാലും, മൂലപദാർത്ഥങ്ങൾ കത്തി എരിഞ്ഞാലും, ഈ ഭൂമി ഇനി കംപ്ലീറ്റ് നശിച്ചു പോയാലും നിനക്കും എനിക്കും വേണ്ടി പെട്ടകം ദൈവം ഒരുക്കും. ആമേൻ. അതാണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ. എന്തൊക്കെ സംഭവിച്ചാലും, ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം നാളെ ഒരു പോർച്ചുഗൽ വണ്ടിയിൽ നമ്മുടെ ദിനീഷ് ബ്രദറും
സർവീസ് സിസ്റ്റം കൂടെ പോകുന്നത് ഞാൻ കാണുകയാണ്. ഞാൻ ദൂരെ നിന്നപ്പോൾ കണ്ടു അവരാണ് വരുന്നത് എന്ന് കണ്ടിട്ട് ഞാൻ പോസ്റ്റിൽ ഒളിച്ചു നിന്നിട്ട് ഫേസ് കൊടുക്കാതെ നിന്ന് കഴിഞ്ഞാൽ ദൈവം എന്നെ ഭാഗ്യവാനെന്ന് കാണുമോ? ഞാൻ കയറി വട്ടം പിടിക്കും. ചെലവ് എടുത്തിട്ട് പോയാൽ മതി. അതാണ് നിഷ്കളങ്കൻ എന്ന് പറഞ്ഞാൽ. അവൻ്റെ സന്തോഷത്തിൽ നമ്മൾ കൈ കൊടുക്കുന്നേ. കൊള്ളാം, അടിപൊളിയായിരിക്കുന്നു, സൂപ്പറായിരിക്കുന്നു. ഒരു വീട് വയ്ക്കുമ്പോൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വീട് വയ്ക്കുക. വീട് വെച്ച് തീർന്ന് പാലുവെച്ച് നിന്നപ്പോൾ എന്നാൽ ഈ ക്ലോസറ്റ് ഇവിടെ വയ്ക്കേണ്ടായിരുന്നു, കുറച്ച് നീക്കി വയ്ക്കായിരുന്നു. അങ്ങ് ദണ്ണിപ്പിക്കുക. നോ, കൊള്ളാം കേട്ടോ, ഐശ്വര്യമുള്ള വീട്, ദൈവം അനുഗ്രഹിക്കട്ടെ. പറ്റുമെങ്കിൽ ബൈബിളിൽ 2 വാക്യം കൂടെ പറഞ്ഞുകൊടു. ഇതൊരു ബഥേലായിരിക്കട്ടെ, ഇതൊരു ശാലോമായിരിക്കട്ടെ, ഒരു 5-6 വാക്യം കൂടെ പറഞ്ഞവർ ഉറപ്പിക്കുക. ഇതാണ് അവരുടെ സന്തോഷത്തിൽ കൂടെ ഇരുന്ന് സന്തോഷിക്കുന്നത്. മരണ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞതാ, കുറച്ചുകൂടെ നല്ല പെട്ടി വാങ്ങാമായിരുന്നു, ബോഡി വെച്ച് കിടത്തിയിരിക്കുക. നോക്കിക്കേ, ആ കുടുംബത്തിനകത്ത് പറയില്ല കുറച്ചുകൂടെ നല്ലത് വാങ്ങാമായിരുന്നു. വല്ല കാര്യമുണ്ടോ? അരളിപ്പൂവേ ഉള്ളൂ, ഇത് അമ്പലത്തിൽ ഉപയോഗിക്കുന്ന പൂവല്ലേ, ഈ പൂവല്ല വാങ്ങിക്കണം, നല്ല മുല്ലപ്പൂവ് വാങ്ങിച്ചിടേണ്ടത്. എന്തിനാ വല്ല കാര്യം? ഈ മെഴുതിരിയാണ് കത്തിച്ച് വയ്ക്കേണ്ടത്. കുറച്ചുകൂടി നല്ലത് വാങ്ങേണ്ടത്, കളർഫുള്ളായിട്ട് മഞ്ഞ, ചുവപ്പ്, പച്ച എന്ന് പറഞ്ഞ മെഴുതിരി, വേറെ മെഴുതിരി ഉണ്ടല്ലോ. ശാമ്പ്രാണിത്തല്ല വാങ്ങേണ്ടത്, വാഴത്തണ്ടല്ല വയ്ക്കേണ്ടത്, നല്ല നല്ല തണ്ട് വേറെ വാങ്ങാൻ കിട്ടും. ഇതൊന്നും അല്ല ഒരു ആത്മീയൻ്റെ വായിൽ നിന്ന് വരേണ്ടത്. അവരെന്താണോ ചെയ്യുന്നത് അവരെ കൂടെ അങ്ങ് സഹകരിക്കുക. നമുക്ക് ഏറിയ 1 മണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ് നിൽക്കുക, സന്തോഷമായി തിരിച്ചു പോരുക. വല്ല ചായ പോലും കിട്ടിക്കഴിഞ്ഞാൽ അതുകൂടെ വാങ്ങിച്ച് കുടിച്ചുകൊണ്ട് പോക്കറ്റ് വെച്ചുകൊണ്ടെങ്കിൽ പോരുക. സ്തോത്രം. അവിടെ കിടന്നുകൊണ്ട് അലുമ്പ് കാണിക്കാതെ. ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. വെറുതെ വഷളായി നടക്കരുത്. എഴുതിക്കോളൂ, 4-ാമത്തെ വാക്യം 5-ാമത്തെ വാക്യത്തിനകത്തുള്ള കുറിവാക്യങ്ങൾ. എസ്തേറിൻ്റെ പുസ്തകം 3:2. എസ്തേർ 3:2. ന്യായാധിപന്മാർ 11:35. 5-ാം വാക്യത്തിൻ്റെ റെഫറൻസ്, 5-ാമത്തെ വാക്യത്തിൻ്റെ റെഫറൻസ്. പുറപ്പാട് 22:25. ലേവ്യ 25:36. ആവർത്തന പുസ്തകം 23:19. യെഹെസ്കേൽ 18:8. 22:12. പുറപ്പാട് 23:8. ആവർത്തനം 16:19. സങ്കീർത്തനം 10:4. യെസ്, ചെറിയൊരു ഷോർട്ട് എഴുതിക്കോളൂ. ദേവാലയത്തിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്നവർ ചെയ്യാതിരിക്കുന്ന 3 കാര്യങ്ങളാണ്. 1, കള്ളം പറയരുത്. 2, അപവാദം, ദൂഷണം പറയരുത്. 3, ദിവ്യാഗ്രഹം ആഗ്രഹിക്കരുത്. അടുത്ത ചെറിയൊരു ഷോർട്ട് മെസ്സേജ്. മോശയുടെ കാലത്ത് സമാഗമന കൂടാരം
കോമ അല്ല ശലോമോൻ പണിത ദേവാലയമാണ് കൂടാരം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ മോശയുടെ കാലത്ത് മോശ പണിത സമാഗമന കൂടാരമല്ല, ശലോമോന്റെ കാലത്ത് ശലോമോൻ പണിത ദേവാലയമാണ് കൂടാരം. അപ്പോൾ സമാഗമന കൂടാരത്തെക്കാൾ വിലയുള്ളതാണ് യെരൂശലേം ദേവാലയം. അപ്പോൾ നമ്മുടെ ആലയത്തിന് വിലയുണ്ടോ? ഉണ്ട്. നമ്മൾ ആരാധിക്കുന്ന ആലയത്തിൽ അതിനകത്ത ഓരോ തൂണുകളും വിലയുള്ളതാണ്. ഞാനിങ്ങനെ പഠിപ്പിക്കാറുണ്ട്, ചൂല്, നമ്മൾ മുറ്റമടിക്കുന്ന ചൂലുണ്ടല്ലോ, ആ ചൂല് പോലും നമ്മൾ വീട്ടിൽ കൊണ്ടുവരാൻ പാടില്ല. അത് ആലയത്തിൽ വിശുദ്ധമാണ്. ആലയത്തിനകത്തുള്ള ഒരു ഉപകരണവും നമ്മുടെ വീട്ടിൽ വരരുത്. ഒരു ഉപകരണവും, മേശവിരിയാകട്ടെ, അതിന് ആലയത്തിലെ മേശവിരി നനയ്ക്കാൻ, അലക്കാൻ അതിനകത്ത് ക്രമീകരണം വയ്ക്കണം. കത്രിമേശ പാത്രമാകട്ടെ, ആലയത്തിൽ ചൂടാക്കുന്ന വെള്ളം വയ്ക്കുന്ന പാത്രങ്ങളാകട്ടെ, അത് കഴുകാനുള്ള ക്രമീകരണം ആലയത്തിനകത്ത് ക്രമീകരിക്കണം. ഒരു സാധനം, ഒരു മൊട്ടിപ്പിന് പോലും വീട്ടിൽ കൊണ്ട് വയ്ക്കരുത്. വിശുദ്ധമാണ് അതിനകത്തുള്ള ഉപകരണങ്ങൾ. നമ്മൾ പലപ്പോഴും നിസ്സാരമായി കാണുന്നു. കത്രിമേശ കഴിഞ്ഞാൽ വീഞ്ഞെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ച് ഉടനെ കുടിക്കുന്നു. നോ. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്ലാസ്സാണ്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ആലയങ്ങളിൽ കത്രിമേശ കഴിയുമ്പോൾ അപ്പം ബാക്കി വരും, ഉറപ്പായിട്ടും വീഞ്ഞ് ബാക്കി വരും. അതെടുത്ത് അവിടെ നിൽക്കുന്നവരൊന്നും കൊടുക്കരുത്. മോനെ ഇങ്ങ് വാടാ, നീ കുടിയടാ, മോളെ ഇങ്ങ് വാടി, ബ്രദറെ നിങ്ങൾ അടുത്ത പ്രാവശ്യം എടുക്കണം, വാ ഇപ്പം കുടി. നോ. അതെടുത്ത് വീതം വച്ച് വിശ്വാസികൾ അടിച്ചുകൊണ്ട് പോകരുത്. അത് അഭിഷത്തിനും അഭിഷത്തേക്കും ഉള്ളതാണ്. അത് നമ്മൾ പാലിച്ചിരിക്കണം. കഴിഞ്ഞ പ്രാവശ്യം വരെ അങ്ങനെയാണെങ്കിൽ ഈ പ്രാവശ്യം നോ. നമുക്കറിയാം ഒരു ആലയത്തിൽ എത്ര പേര് വരും എന്നുള്ള കത്രിമേശ എത്ര പേര് വരും, അതനുസരിച്ച് ആയിരിക്കണം അപ്പവും വീഞ്ഞും ഉണ്ടാക്കാൻ. 10 പേർക്ക് കൂടുതൽ, അതിൽ കൂടുതൽ ഉണ്ടാക്കി വെറുതെ വെള്ളം കുടിക്കുന്നത് പോലെ കുടിച്ചുകൊണ്ട് പോകാനുള്ളതല്ല കർത്താവിൻ്റെ ആമേൻ രക്തവും മാംസവും. യേശു പറഞ്ഞു സ്ത്രീയോട്, സ്ത്രീയെ നീ എന്നെ ചൊല്ലി പറഞ്ഞേ, കരയണ്ട, നീ നിന്റെ മക്കളെ ചൊല്ലിക്കര. അല്ലാതെ ഒരു സംഭവം അവിടെ നടന്നു എന്ന് പറഞ്ഞിട്ട് ഓടി അങ്ങ് ചെന്ന് നോ. അതൊക്കെ നിർത്തിക്കൊള്ളണം. ക്ലാസ്സിൽ പഠിക്കുന്നവരെല്ലാം നിർത്തിക്കൊള്ളണം ഈ കാര്യങ്ങളെല്ലാം. എന്ത് കേട്ടാലും നോ, ഓടിക്കളയരുത്. അവിടെ ഇരിക്കണം വീട്ടിനകത്ത്. എന്നോട് പലപ്പോഴും പറയാറുണ്ട്, പാസ്റ്റർ എന്താ ഈ ആക്സിഡൻ്റ് ആയിട്ട് ഓടി വരാത്തത്? ഞാൻ ഇവിടെ നിന്ന് ഓടി എത്തുമ്പോൾ ആംബുലൻസ് എടുത്തുകൊണ്ട് പോവില്ലേ, പിന്നെ വന്നാൽ പോരെ? പാസ്റ്റർ മരിച്ചിട്ട് ഓടി വന്നില്ലല്ലോ. മരിച്ചല്ലോ, ഇനി സാവകാശമില്ലേ, അടുത്ത ശുശ്രൂഷ എപ്പോഴാ? ഓടി അന്ന് മീറ്റിങ്ങിനും പോണ്ട, ആരാധനയ്ക്കും പോണ്ട, അതിൻ്റെ പുറകെ 1 മാസം. മരിച്ചല്ലോ, പിന്നെയെങ്കിലും സ്വസ്ഥമായിട്ട് വിട്ടുകൊടുത്തൂടെ പ്ലീസ്? വിവാഹവേദിയിൽ പോയി വിവാഹം കഴിഞ്ഞ് പിന്നെയും അവിടെ കിടന്ന് തള്ളുക. അവർക്കൊരു രാത്രി ഫ്രീ ആയിട്ട് കൊടുത്തൂടെ? വീടുകളിൽ പോകാറായില്ലേ എന്ന് ചോദിച്ച് എത്രയോ പേര് നാണം കെട്ട് പോയിട്ടുണ്ടെന്നറിയാമോ? ക്ലാസ്സിൽ പഠിക്കുന്നവർ നിങ്ങൾ അനേകരെ പഠിപ്പിക്കുന്നവരായിരിക്കണം. നമ്മുടെ ബന്ധുവിൻ്റെ വീടാകട്ടെ, നമ്മുടെ ചർച്ചിലെ വിശ്വാസി വീടാകട്ടെ, ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഓടിച്ചെല്ലണം. പക്ഷേ നിൽക്കേണ്ട സമയമുണ്ട്. അത് കഴിയുമ്പോൾ അവർ പറയാതെ തന്നെ നമ്മൾ പോയിക്കൊള്ളണം. ഞാൻ കേട്ടിട്ടുണ്ട് പലയിടത്തും, പാസ്റ്ററെ നിങ്ങൾ പോകാറായില്ലേ? സത്യം, പലരും നിന്ന് പരുകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മളൊന്നും അതൊക്കെ സൂക്ഷിക്കുന്നത്. ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ 2 മിനിറ്റ് നിൽക്കുക, പോരുക. നമ്മുടെ ഇതിനകത്ത് പഠിക്കുന്ന നമ്മുടെ രതീഷ് കട്ടപ്പന, അദ്ദേഹത്തിൻ്റെ മോള് പ്രസവിച്ചു. പ്രസവത്തിന് മുമ്പെയാണ് എൻ്റെ ആവശ്യം. എന്തിനാ?
പ്രാർത്ഥിക്കുക. ഇതൊരു ഉപദേശം കൊടുത്തു. കോവിഡ് സമയം ആരെയും വിസിറ്റേഴ്സ് എന്ത് ചെയ്തത് അടുപ്പിക്കരുത്. നല്ലൊരു ആൺകുഞ്ഞിനെ കിട്ടി പ്രാർത്ഥിച്ചപ്പോൾ. സ്തോത്രം. നമുക്കതുവരെ ഉള്ളൂ. ഇനി നമുക്ക് പോകണം. എപ്പോഴെന്നറിയാമോ? എല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് സ്വസ്ഥമായിട്ട് സന്തോഷമായിരിക്കുമ്പോൾ പോയി ഒരു വാക്ക് പോയി പ്രാർത്ഥിക്കുക. സ്തോത്രം. അല്ലാതെ ഓടിച്ചെന്ന് അവിടെ ഡോക്ടർമാരൊക്കെ നോക്കിക്കോളും. മനസ്സിലാവുന്നുണ്ടോ? കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ. അപ്പോൾ ആരാധിക്കുന്നവർക്ക് അടുത്ത രണ്ട് വാക്യം എഴുതിക്കോളൂ. 119 സങ്കീർത്തനം അതിൻ്റെ 1 വാക്യം. 119:1. ആമോസ് 5:21 മുതൽ 24 വരെ. ഇതെല്ലാം നിങ്ങൾ വായിക്കണേ, ഇപ്പോഴല്ല പിന്നീട്. യെശയ്യാവിൻ്റെ പുസ്തകം 1 അധ്യായം അതിൻ്റെ 11 വാക്യം മുതൽ 15 വാക്യം വരെ. ഇത് കാതലായ വാക്യങ്ങളാണ്. സ്തോത്രം. പ്രവാചകനായ യിരെമ്യാവിൻ്റെ പുസ്തകം 7 അധ്യായം 1 മുതൽ 11 വരെ. യെഹെസ്കേലിൻ്റെ പുസ്തകം 18 അതിൻ്റെ 5 മുതൽ 9 വരെ. മീഖ 6:8 വരെ. 6 അധ്യായം 6 വാക്യം മുതൽ 8 വാക്യം വരെ. നമ്മൾ നേരത്തെ വായിച്ചു. യെശയ്യാവിൻ്റെ പുസ്തകം 33:14 മുതൽ 17 വരെ. ഒന്ന് ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 15 അധ്യായം 22 വാക്യം. പുറപ്പാട് പുസ്തകം 22:25. അപ്പോസ്തല പ്രവൃത്തി 23:19. അടുത്ത് 23:20. നെഹമ്യാ പ്രവാചകന്റെ പുസ്തകം 5:6. സദൃശവാക്യങ്ങൾ 28:8. യെഹെസ്കേൽ 18:13, 22:12. പുറപ്പാട് 23:8. ആവർത്തനം 16:19. യെശയ്യാവ് 1:23, 1:23, 5:23. മീഖ 3:11, 7:3. എഴുതിക്കോളൂ. ഷോർട്ട്. ഞാൻ എഴുതുന്നത്, നിങ്ങൾ എഴുതുന്ന പോയിന്റുകളെല്ലാം പരീക്ഷയ്ക്കുള്ളതാണ് കേട്ടോ. നിങ്ങളുടെ മനസ്സിലത് പതിയണം. എഴുതിക്കോളൂ. പുരാതന കാലങ്ങളിൽ പലിശ നിരക്ക് വളരെ കൂടുതലായിരുന്നു. പുരാതന മധ്യ ഏഷ്യയിലെ പട്ടണത്തിൽ ഒരു കാലത്ത് 50% വരെ പലിശ ചുമത്തുമായിരുന്നു. ഓക്കെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പം ഇന്നും പലിശയ്ക്ക് കുഴപ്പമൊന്നുമില്ല.
50% കൂടുതൽ പലിശ വാങ്ങുന്നവരുണ്ട്. അപ്പോൾ തന്നെ 1% താഴെ വാങ്ങുന്നവരുണ്ട്. ഇതെല്ലാം ദൈവത്തെ അറിയാത്തവരാ എന്ന് പറഞ്ഞ് തള്ളരുത്. സകല മനുഷ്യരെയും വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊരു തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ്. വചനം എന്താ പറയുന്നത്? വിളിക്കപ്പെട്ടവരോ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ചുരുക്കം ചിലരാണ് നമ്മുടെ മുമ്പിൽ കൈ തുറക്കുന്നത്. അപ്പോൾ ബാക്കി തുറന്നു കഴിഞ്ഞാൽ 1% മുതൽ 50% വരെ, ഇത് കഴിഞ്ഞ, അതായത് നൂറ്റാണ്ടുകൾക്കപ്പുറം എന്ന് പറഞ്ഞാൽ ദൂതന്മാർ ഈ ഭൂമിയെ വാണിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ദൂതന്മാർ ആ സമയത്തുള്ള പലിശ നിരക്കാണ് ഇവിടെ പറഞ്ഞത്. പുരാതന കാലത്ത്, പണ്ട് ഈ ഭൂമിക്ക് അടിസ്ഥാനം ഇടും മുമ്പേ, പഴയ നിയമ കാലഘട്ടങ്ങളിലുള്ള ആ കാലഘട്ടങ്ങളിൽ മുതലുള്ള കാര്യമായി ഇപ്പോൾ പറഞ്ഞു. ആമേൻ. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. ആമേൻ. ഈ ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നത് പോലെ നമ്മൾ ആരെയും എന്ത് ചെയ്യാൻ പാടില്ല? കൈക്കൂലിയായിട്ട് അധ്വാനത്തിൽ ഫലം വാങ്ങുക. സ്തോത്രം. ഇപ്പോൾ നമ്മുടെ അഭിഷക്തന് വാങ്ങുന്ന കൈക്കൂലിയല്ല. അദ്ദേഹം ജോലി ചെയ്യുന്നു, പൈസ വാങ്ങുന്നു. സ്തോത്രം. വാഹനം ഓട്ടിക്കുന്നു, ജോലി ചെയ്യുന്നു, പൈസ വാങ്ങുന്നു. ചിലർ ആത്മാർത്ഥമായി കൊടുക്കാറുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ടാക്സി പിടിച്ച് പോയപ്പോൾ 1600 എന്ന് പറഞ്ഞു. ഞാൻ 100 രൂപ കൂടുതൽ കൊടുത്തു. അതെന്താ? അവരുടെ അധ്വാന ഫലമാണ്. സ്തോത്രം. അങ്ങോട്ട് ഒരു വഴിക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു ചായയോ എന്തെങ്കിലും കുടിക്കാൻ വേണ്ടിയുള്ള പൈസയാണ്. അവർ 100 രൂപ. സ്തോത്രം. ഞാൻ കണക്ക് നോക്കിയപ്പോൾ ശരിയാ. ആമേൻ. ഒരു 500 രൂപയോ 600 രൂപയോ പെട്രോളിന് മാത്രമാകും. പിന്നെ ബാക്കിയുള്ള ഒരു 1000 രൂപ അദ്ദേഹത്തിനുള്ളൂ. ഒരു 100 രൂപ കൊടുത്തത് അദ്ദേഹത്തിൻ്റെ വഴിച്ചെലവിനുള്ളതാണ്. അത് കൊടുക്കണം. നല്ലതാണ്. പൈസ. അതൊരു തികഞ്ഞ ആത്മീയൻ ചെയ്യേണ്ടത്. പിന്നെ പെട്രോൾ പമ്പിൽ പോകുമ്പോൾ സഹോദരന്മാർ, സഹോദരിമാർ, വണ്ടി ഓട്ടിക്കുന്നവർ പെട്രോൾ പമ്പിൽ പോകുമ്പോൾ, നമുക്കൊരു വണ്ടിയിൽ ഒരു 1000 രൂപ പെട്രോൾ അടിക്കുമ്പോൾ ഒരു 10 രൂപ കൂടെ വച്ചം കൊടുക്കുക. നമ്മുടെ വണ്ടിയിൽ വചനം എഴുതി വെച്ചിട്ട് ആമേൻ 10 പൈസയ്ക്ക് നടി കൂടരുത് വഴിയിൽ. കൊടുത്ത് നാളെ വരുമ്പോൾ നമ്മുടെ മുമ്പിൽ സല്യൂട്ട് അടിച്ച് നിൽക്കും അവർ. ആമേൻ. അത് വണ്ടി ഓട്ടിച്ച് ജീവിക്കുന്നവർക്ക് പറ്റില്ല. അവർക്ക് ആ 10 രൂപ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് അതിനകത്ത് എണ്ണയടിക്കാൻ നോക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മുടെ ആത്മീയത തെളിയിക്കുന്ന ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. പാർക്കും കൂടാരത്തിൽ ഇങ്ങനെ ഉള്ളവർ, നീതിമാനായി നടക്കുന്നവർ, ദൈവ മുമ്പിൽ വിശ്വസ്തയോടെ നിൽക്കുന്നവർ. ഉറപ്പായിട്ടും ഇന്നത്തെ ഈ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ അത് കഠിനമായി തീരത്തില്ല. നാളെ നമുക്കൊരു ഉയർച്ച ഉണ്ടാകും.